ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങ് ആരംഭിച്ചിരിക്കുന്നു. തത്സമയം Sir, with your kind permission, may we begin the proceedings? ഉദയനിധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കുന്നേ ഉള്ളൂ. അതിന് മുൻപായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോൾ ആരാണ് ചുമതലയേൽക്കുന്നത്, ആരൊക്കെ സന്നിധരായിട്ടുണ്ട് ഈ ചടങ്ങിൽ? മന്ത്രിമാരെല്ലാവരും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട MLA മാർ, ഒപ്പം സ്റ്റാലിൻ്റെ കുടുംബാംഗങ്ങൾ, ഇപ്പോൾ മന്ത്രിയായി ചുമതലയേൽക്കാൻ പോകുന്ന സെന്തിൽ ബാലാജിയുടെ കുടുംബാംഗങ്ങളെല്ലാം സന്നിഹിതരായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ ഏതാണ്ട് 430ഓളം ദിവസമായി ചെന്നൈ പുഴൽ ജയിലിൽ കഴിയുന്ന നേരത്തെ മന്ത്രിയായിരുന്ന സെന്തിൽ ബാലാജി വീണ്ടും മന്ത്രിസഭയിലേക്ക് എത്തുന്നു. ഒരുപാട് കാലം വകുപ്പില്ലാത്ത മന്ത്രിയായി ജയിലിൽ തുടർന്നിരുന്ന സെന്തിൽ ബാലാജി പിന്നീട് വിമർശനങ്ങൾക്ക് ശേഷമാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കിയത്. പക്ഷേ ഈ കൊങ്ങുനാട് എന്ന് പറയും, തമിഴ്നാടിൻ്റെ നമ്മുടെ കോയമ്പത്തൂർ, ഒപ്പം തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന തിരുപ്പൂർ ഉൾപ്പെടെയുള്ള മേഖല, സേലം ഉൾപ്പെടെയുള്ള മേഖല, ആ മേഖല എന്ന് പറയുന്നത് DMK സംബന്ധിച്ച് ഒരു ബാലികേറ മലയായിരുന്നു. ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ സീറ്റൊന്നും ലഭിക്കാതെ ബുദ്ധിമുട്ടി നിന്ന ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട DMK നേതാവായിരുന്ന സെന്തിൽ ബാലാജി DMKയിലേക്ക് എത്തി ആ ഭാഗത്തൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കി. DMKയിൽ നിന്നും മറ്റു പല പാർട്ടികളിൽ നിന്നും നേതാക്കൾ DMKയിലേക്ക് എത്തി, തിരഞ്ഞെടുപ്പ് വിജയങ്ങളുണ്ടായി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നേരത്തെ ഉള്ള ഒരു കേസിൽ സെന്തിൽ ബാലാജി ജയിലിലാവുന്നത്. അത് ആ മേഖലയിൽ DMKക്ക് തിരിച്ചടിയാകുമെന്ന ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജയിലിൽ കിടന്നിട്ടും സെന്തിൽ ബാലാജിയെ മന്ത്രിയായി നിലനിർത്താനുള്ള ഒരു തീരുമാനം സ്റ്റാലിൻ എടുത്തത്. പിന്നീട് വലിയ സമ്മർദ്ദങ്ങൾ വന്നപ്പോൾ അത് നീക്കിയെങ്കിലും ഇപ്പോൾ വീണ്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ദിവസങ്ങൾക്കകം സെന്തിൽ ബാലാജിയെ വീണ്ടും മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താനുള്ള സുപ്രധാനമായ തീരുമാനമെടുത്തിരിക്കുന്നു MK സ്റ്റാലിൻ. ആ തീരുമാനം കൂടി ഇന്ന് നടപ്പിലാക്കപ്പെടുന്നു എന്നതാണ് രാഷ്ട്രീയമായി തമിഴ്നാട്ടിൽ ഇന്ന് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളിൽ രണ്ടാമത്തേത്. ആദ്യത്തെ മാറ്റം രണ്ടാമനായി, അതല്ലെങ്കിൽ ഭാവിയിൽ DMKയുടെ കൊടിപിടിച്ച് മുന്നിൽ നടക്കാനുള്ള നേതാവായി ഉദയനിധി സ്റ്റാലിൻ വരുന്നു എന്നുള്ളതാണ്. എന്തായാലും പ്രധാനപ്പെട്ട മാറ്റം മന്ത്രിസഭയിൽ വരുന്നു. നേരത്തെ 2006 മന്ത്രിസഭയിലേക്ക് ആദ്യമായി, കരുണാനിധിയുടെ മന്ത്രിസഭയിലേക്ക് ആദ്യമായി MK സ്റ്റാലിൻ വരുന്നത്. 2009 മുതൽ 2011 വരെയുള്ള ചെറിയ കാലഘട്ടത്തിൽ, 2 വർഷത്തെ കാലഘട്ടത്തിൽ മാത്രം ഉപമുഖ്യമന്ത്രിയായി നിന്നു. സമാനമായി ഈ മന്ത്രിസഭയിൽ അവസാനത്തെ ഇനിയിപ്പോൾ 2 വർഷത്തോളം മാത്രമേ ഈ സർക്കാരിന് കാലാവധിയുള്ളൂ. അങ്ങനെ കാലാവധി കുറച്ച് മാത്രമുള്ളപ്പോഴാണ് ഉപമുഖ്യമന്ത്രിയായി, അതായത് രണ്ടാമനായി, തുടർച്ചക്കാരനായി, DMKയുടെ അടുത്ത നേതാവായി ഉദയനിധി സ്റ്റാലിൻ വരുന്നത്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ തമിഴ്നാട്ടിൽ പുതിയ നേതാവ്, അടുത്ത തലമുറയെ നയിക്കാനുള്ള DMKയുടെ നേതാവ് ഉദയം ചെയ്യുന്നു ഉദയനിധി സ്റ്റാലിൻ എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ദിവിഷ്, എങ്ങനെയാണ് DMK അണികളൊക്കെ അനൂപ് ഈ തീരുമാനത്തെ കാണുന്നത്? കാരണം ഉദയനിധി സ്റ്റാലിന്റെ വരവ് ഒരു യുവാക്കളെ കൂടുതലായി പാർട്ടിയിലേക്ക് ആകർഷിക്കുമെന്ന പ്രതീക്ഷ, അതിനോടൊപ്പം തന്നെയാണ് നേരത്തെ അനൂപ് സൂചിപ്പിച്ച പോലെ വിജയ് ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പോർക്കളം ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് BJPക്ക് ആണെങ്കിൽ അണ്ണാമലയുണ്ട്. അങ്ങനെ എല്ലാ പാർട്ടിയിലും തന്നെ യുവനേതാക്കൾ, DMK ആണെന്ന് തോന്നുന്നത് അതിൽ മാറി നിൽക്കുന്നത് യുവനേതാക്കളുടെ ഒരു സാന്നിധ്യം വരുന്നുണ്ട്. സെന്തിൽ ബാലാജി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. സെന്തിൽ ബാലാജി ചുമതലയേറ്റിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവാണ് മന്ത്രിസഭയിലേക്ക്. ഒരു മാറ്റം എന്ന് പറയുന്നത് യുവ നേതാക്കളുടെ ഒരു കടന്നുവരവാണ്. അതിലിപ്പോൾ BJP DMK വലിയ മുന്നേറ്റം BJPക്ക് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അണ്ണാമലയ്ക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ, BJPക്കകത്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മാധ്യമ ശ്രദ്ധയൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പുറത്ത് വിജയ് വരുന്നു. വിജയ് യുവജനങ്ങൾക്കിടയിൽ തമിഴ്നാട്ടിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു നായകൻ ആര്, അഭിനേതാവ് ആര് എന്ന് ചോദിച്ചാൽ വിജയ് എന്ന ഉത്തരം മാത്രമേ നമുക്കുള്ളൂ. കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ പോലും വലിയ സ്വാധീനമുള്ള ആളാണ് അദ്ദേഹം. ആ വിജയ് രാഷ്ട്രീയ പാർട്ടിയുമായി വരുമ്പോൾ യുവജനങ്ങളുടെ വോട്ട് എങ്ങോട്ട് പോകും? അങ്ങനെ യുവജനങ്ങളുടെ വോട്ട് ആടി നിൽക്കുമ്പോൾ, അതല്ലെങ്കിൽ എങ്ങോട്ടേക്ക്